എല്ലാവർക്കും അപ്പോൾ നമസ്കാരം. അപ്പം നമ്മളിന്ന് ഒരു യാദൃശികമായിട്ട് എത്തിയതായിട്ടൊരു മങ്കര റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പാലക്കാട് വരാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ യാദൃശികമായിട്ടാണ് മങ്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയത്. തൊട്ട് ബാക്കിൽ കാണാൻ മങ്കര റെയിൽവേ സ്റ്റേഷനാണ്. ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഈ മങ്കര റെയിൽവേ സ്റ്റേഷനും ഇതിനോട് അടുത്തുള്ള പല സ്ഥലങ്ങളും ഏറ്റവും വലിയ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ്. എന്തായാലും ഷൂട്ടിംഗ് ഏതൊക്കെ സിനിമകളാണ് ചെയ്തത് ഞാൻ പതിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഈവനിങ് ടൈമിൽ ബെസ്റ്റ് ഒരു പ്ലേസാണ്. പിന്നെ ലോക്കൽ ട്രെയിനുകൾ മാത്രമാണ് ഇവിടെ സ്റ്റോപ്പുള്ളൂ, അവർക്ക് മാത്രമേ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ മങ്കര റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ കാണാം. വരും. സംഭവം ഭയങ്കര രസമാണ്. കാരണം ഭയങ്കര ശാന്തമായൊരു സ്ഥലമാണ്, അധികം ആളുകളില്ല, തിരക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മോഹൻലാലിൻ്റെ സ്നേഹവീടാണ് ലാസ്റ്റായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത്. കാരണം അധികം തിരക്കൊന്നുമില്ല. ഇവിടെ ഞാൻ വന്നപ്പോൾ കുറച്ച് ചേട്ടന്മാർ ഈവനിങ് വാക്കിലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എനിക്കൊരു ഏറ്റവും കൂടുതലൊരു ഭാഗ്യം കിട്ടിയത്, ഞാൻ ഇവിടെ നിന്ന് ഈ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോഴായിരുന്നു ഒരു ട്രെയിൻ വന്നിരുന്നത്. ആ ട്രെയിൻ വരികയും ചെയ്തു, അവിടെ നിർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി കാണാം. അത് നല്ലൊരു ഭാഗ്യം തന്നെയായിട്ടോ ട്രെയിൻ വന്നത് ആ ടൈമിലൊക്കെ. പിന്നെ കൂടാതെ ഇവിടെ ആളുകൾ പറയുമ്പോൾ ഈ ലോക്കൽ മെമു ട്രെയിനുകൾ മാത്രം വരുന്നുണ്ട്, മാത്രമാണ് ഇവിടെ നിർത്തുന്നത്, ബാക്കിയൊന്നും നിർത്തുന്നില്ല. നല്ല രസമാണ് കേട്ടോ. സ്റ്റേഷനും കാണാം, സ്റ്റേഷനും പരിസരവും അത് ഭയങ്കര രസമാണ്. ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. കാരണം ആ ആകാശം നിങ്ങൾ കണ്ടു, ഒരു ചുവപ്പ് കയറുന്ന സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിനടുത്ത് കൂടെ ഞങ്ങൾ നടന്നു. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും സംവിധാനങ്ങളൊക്കെ. എല്ലാം ചെറുതായിട്ട് ഇപ്പോൾ ഒരു വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് തോന്നുന്നു. കാരണം ഒരു കൊല്ലം മുന്നേ ഇത് മൊത്തം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളൊരു പാലക്കാട് വരികയാണെങ്കിൽ ഈ മങ്കര റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണുക. കാരണം നല്ല രസമാട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതിനടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.